അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗഷാദ് കുരുവട്ടൂരിയുടെ ഓരോ പ്രഭാഷണം കഴിയുന്തോറും മുരീദും ഷെയ്ഖും തമ്മിലാണ് ഫൈറ്റിംഗ് നടക്കുന്നത്. നൗഷാദ് കുരുവട്ടൂരിയുടെ നാദാപുരം പ്രഭാഷണത്തോടുകൂടി ഷെയ്ഖും മുരീദും തമ്മിലുള്ള തമ്മിൽ തല്ല് രൂക്ഷമായിരിക്കുകയാണ് എന്നോർക്കുമ്പോൾ ചിരിക്കാതെ വയ്യ. മുരീദ് ഒരു വിഭാഗം പണ്ഡിതന്മാരെ പിഴച്ചവരായി പ്രഖ്യാപിക്കുമ്പോൾ ഷെയ്ഖ് മറുവിഭാഗം പണ്ഡിതന്മാരെ പിഴച്ചവരാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താജുൽ ഉലമക്ക് പേച്ചുപോയി, കാന്തപുരം ഉസ്താദിന് പേച്ചുപോയി എന്ന് മുരീദ് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഷെയ്ഖായ ഹാഫിദ് കുരുവട്ടൂരി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് EK ഉസ്താദ് പേച്ചിരിക്കുന്നു, EK ഉസ്താദിന്റെ കൂടെ പോയവർ കാഫിറാണെന്നാണ് കുരുവട്ടൂരി ഹാഫിദ് പറയുന്നത്. അതിനു മുമ്പ് കുരുവട്ടൂരി നൗഷാദിന്റെ നാദാപുരത്തെ ചില വിഡ്ഢിത്തങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനുണ്ട്. അത് കേട്ടതിന് ശേഷം ഹാഫിദ് കുരുവട്ടൂരിയുടെ കാഫിറാക്കൽ ചടങ്ങിലേക്ക് നമുക്ക് വരാം. പിന്നെ ഇതിലങ്ങ് കുടുങ്ങിയപ്പോ ലാസ്റ്റ് എടുത്ത പണിയാണ്. ആരാണ് കുടുങ്ങിയതെന്നും അപ്പോൾ ലാസ്റ്റ് അടവ് പ്രയോഗിച്ചത് ആരാണെന്നും കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കല്ലേ നൗഷാദെ. മടവൂർ ഷെയ്ഖുന, ആ ഷെയ്ഖുന നിങ്ങൾക്ക് തന്ന ആ ഒരു വലിയ ആശീർവാദം ഉണ്ട് എന്നാണല്ലോ. ഞങ്ങളൊക്കെ അത് പ്രസംഗിച്ചത് ഇഷ്ടം പോലെ ഉണ്ടാവും. അന്ന് ബുദ്ധി ഉണ്ടായിരുന്നു, ഇന്ന് ബുദ്ധി ഇല്ലാതെ പോയി. ഈ പുസ്തകത്തിലൊക്കെ EK ഉസ്താദിനെ സംബന്ധിച്ചു പറഞ്ഞ വാക്കുകൾ ഒരുപാടുണ്ട്. കണ്ടോ, ഇതിന്റെ ഒരു ഹെഡിങ് തന്നെ EKയുടെ ത്വരീഖ് നല്ലത് എന്നാണ്. ഇത് നമ്മൾ പറഞ്ഞില്ല, അതുകൊണ്ട് ഇന്ന് പറയാണ്. EK ഉസ്താദിന്റെ ത്വരീഖ് നല്ലതല്ല, അതിൽ പേച്ചിട്ടുണ്ട് എന്ന് നൗഷാദിന്റെ ഇപ്പോഴത്തെ ഷെയ്ഖും ഇപ്പോഴത്തെ അന്നദാതാവുമായ ഹാഫിദ് കുരുവട്ടൂരിയാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് വഴിയെ കാണാം. നൗഷാദ് കുരുവട്ടൂരി തന്നെ ഇവിടെ സമ്മതിക്കുന്നു. ഈ അടുത്ത കാലത്ത് പോലും സുന്നികൾ EK ഉസ്താദിന്റെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട് എന്ന്. ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് എന്നതൊഴിച്ചാൽ കുരുവട്ടൂരി ഹാഫിദ് പറഞ്ഞതുപോലെ EK ഉസ്താദ് പേച്ചുവെന്നും EK ഉസ്താദിന്റെ കൂടെ കൂടിയവർ കാഫിറുകളാണെന്നും ഒരിടത്തും ആരും പറഞ്ഞിട്ടില്ല. EK ഉസ്താദിന്റെ മദ്ഹ് ഇപ്പോഴും പറയുന്നുണ്ട് എന്ന് നൗഷാദ് സമ്മതിച്ചത് തന്നെ അതിന് രേഖയുമാണ്. താജുൽ ഉലമ അടക്കമുള്ള, കാന്തപുരം ഉസ്താദ് അടക്കമുള്ള തലയെടുപ്പുള്ള പണ്ഡിതന്മാർ പറയുന്നത് അനുസരിക്കേണ്ടതില്ല, അവരെ അംഗീകരിക്കേണ്ടതില്ല. അവരൊന്നും ഹൃദയം ശുദ്ധീകരിക്കുന്നവരല്ല, അവരുടെ ഹൃദയം തന്നെ മോശമാണ്. അതുകൊണ്ട് ഞാൻ കാട്ടിത്തരാം ഒരു ഷെയ്ഖിനെ, ആ ഷെയ്ഖിന് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. AP ഉസ്താദ് അടക്കമുള്ള 40 മുഷാവറാംഗങ്ങളും കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ആ ഷെയ്ഖിന്റെ അടുത്ത് പോണം. ആ ഷെയ്ഖ് പറയുന്നത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണം. കുരുവട്ടൂരി ഹാഫിദിന്റെ ആലയത്തിൽ കെട്ടിയിടണം. കുരുവട്ടൂരി ഹാഫിദിനെ തള്ളണമെന്ന തീരുമാനം സമസ്ത എടുത്തിരിക്കുന്നത് അവർ പേച്ചു പോയത് കൊണ്ടാണ്. അവരാ പിഴവിൽ നിന്ന് തൗബ ചെയ്തുകൊണ്ട് കുരുവട്ടൂരി ഹാഫിദിന്റെ പാദസേവ ചെയ്യാൻ വേണ്ടി വരണമെന്നാണ് നൗഷാദ് കുരുവട്ടൂരി പറയുന്നത്. എങ്കിൽ ചോദിക്കട്ടെ, ഹാഫിദിനെ അംഗീകരിക്കാത്തവരാണല്ലോ മറുഭാഗത്തുള്ള ആ 40 മുഷാവറാംഗങ്ങളും പേച്ചവരാണോ എന്നുകൂടി നൗഷാദ് കുരുവട്ടൂരി പറയണം. അവരുടെ ത്വരീഖ് നല്ലതാണെന്ന് CM വലിയുള്ളാഹി പറഞ്ഞതായി പ്രസംഗിക്കുന്നു. എങ്കിൽ എന്തുകൊണ്ട് നൗഷാദ് കുരുവട്ടൂരിയും ഹാഫിദ് കുരുവട്ടൂരിയും ആ സമസ്തയിലേക്ക് ലയിക്കുന്നില്ല, ആ സമസ്തയെ അംഗീകരിക്കുന്നില്ല? സത്യത്തിനോടൊപ്പം നിൽക്കണമെന്നല്ലേ കുരുവട്ടൂരി നൗഷാദും ഹാഫിദും പറയുന്നത്? എന്താണ് നിങ്ങൾ EK ഉസ്താദിന്റെ ത്വരീഖ് നല്ല ത്വരീഖാണെന്ന് അറിഞ്ഞിട്ടും എന്തേ ആ ത്വരീഖിൽ ലയിച്ചു തരാൻ അടുപ്പും കല്ലുകൾക്ക് കഴിയുന്നില്ല? കുരുവട്ടൂരി ഹാഫിദിന് കഴിയുന്നില്ല. മറുപടി പറയണം. പിന്നെ മഹാനരായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അവരെ കുറിച്ച് ഒന്നല്ല ഇപ്പൊ ചർച്ച. അതിലേക്ക് കൊണ്ടുപോയി ഇങ്ങോട്ട് എന്തോ ആക്കാൻ നോക്കണ്ട. ഉള്ളാൾ തങ്ങളുപ്പാപ്പയൊക്കെ അവരവരെ വഴിയിൽ വഫാത്തായി പോയ ആളുകളാണ്. അവരെ സംബന്ധിച്ചല്ലല്ലോ ചർച്ച.
നല്ല രസമുണ്ട്. താജുൽ ഉലമ ഉള്ളാളത്തങ്ങളെയൊക്കെ തെരുവോരങ്ങളിലേക്ക് വലിച്ചയച്ചത് ഈ കുരുവട്ടൂരി നൗഷാദാണ്. ഇവിടെ നൗഷാദ് കുരുവട്ടൂരി മുൻകൂർ ജാമ്യമെടുക്കുകയാണ്. വഹാബികളെ പോലെ തുടക്കത്തിൽ വഹാബികൾ ചെയ്തിരുന്നത് എന്താണ്? സുന്നി പണ്ഡിതന്മാരെയൊക്കെ മുശ്രിക്കുകളാക്കി അവർ പേച്ചവരാണെന്ന് വരുത്തി തീർത്തു. തുടക്കത്തിൽ അവരും ചെയ്തത് ചെറിയ ചെറിയ പണ്ഡിതന്മാരെയൊക്കെ മുശ്രിക്കാക്കലും മോശക്കാരാക്കലുമായിരുന്നു. പിന്നീട് മമ്പുറന്തങ്ങള് മൊഹീദ്ദീൻ ഷെയ്ഖ് വരെ മോശക്കാരാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിനേക്കാൾ അവർ ഉയർന്നു. എന്നിട്ട് പറഞ്ഞു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ പിഴവ് പറ്റിയിട്ടുണ്ട്. ഈ രീതിയാണ് വ്യാജ ത്വരീഖത്തുകാരനായ നൗഷാദും സ്വീകരിക്കുന്നത്. ആദ്യം പേരോട് ഉസ്താദിനെ കുറ്റം പറഞ്ഞു, പൊന്മള ഉസ്താദിനെ കുറ്റം പറഞ്ഞു, അവരാണ് പേച്ചവരെന്ന് പറഞ്ഞു. ഇപ്പോൾ കാന്തപുരം ഉസ്താദ് പേച്ചവരാണെന്ന് പറയുന്നു, താജുൽ ഉലമ പേച്ചവരാണെന്ന് പറയുന്നു. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം പിഴച്ചവരാണെന്ന് പറയുന്ന ഒരു കാലഘട്ടം നൗഷാദ് കുരുവട്ടൂരികൾക്ക് വരാനിരിക്കുന്നു, സംശയമില്ല. അതിനു മുമ്പ് തെറ്റിദ്ധരിച്ചുകൊണ്ട് കുരുവട്ടൂരിസത്തിലേക്ക് പോയവർ രക്ഷപ്പെടാൻ ആർക്കെങ്കിലും മോഹമുണ്ടെങ്കിൽ രാജിവെക്കുന്നതാവും നല്ലത്. ഇപ്പോൾ നൗഷാദ് മുൻകൂർ ജാമ്യമെടുക്കുകയാണ്. എന്തിനാണ് താജുൽ ഉലമയെ കുറിച്ച് പറയുന്നത്? താജുൽ ഉലമയെ കുറിച്ചുള്ള ചർച്ച കൊണ്ടുവന്നത്, താജുൽ ഉലമക്ക് പേവ് പറ്റിയെന്ന് പറഞ്ഞത് നൗഷാദ് കുരുവട്ടൂരിയാണ്. അത് തുറന്നു പറയുമ്പോ അത് ചർച്ച ചെയ്യല്ല എന്നാണ് നൗഷാദ് പറയുന്നത്. നൗഷാദ് ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അവരെ സംബന്ധിച്ചല്ലല്ലോ ചർച്ച, നിങ്ങളോടാണ് ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള ആൾ ഉത്തരം പറഞ്ഞാൽ മതി. കാന്തപുരം ഉസ്താദ്, പേരോട് ഉസ്താദ്, പൊന്മള ഉസ്താദൊക്കെ മറുപടി പറയണമത്രേ. എന്താണ് മറുപടി പറയേണ്ടത്? CM വലിയുല്ലാഹി ആശീർവദിച്ചു. ആരെയാണ് ആശീർവദിച്ചത്? താജുൽ ഉലമയെ ആശീർവദിച്ചു. താജുൽ ഉലമ ഇറങ്ങിപ്പോന്നതിനെ ആശീർവദിച്ചു. അതാണ് മറുപടി പറയേണ്ടത്. ഇറങ്ങിപ്പോന്നത് പേരോട് ഉസ്താദല്ല, ഇറങ്ങിപ്പോന്നത് പൊന്മള ഉസ്താദല്ല, ഇറങ്ങിപ്പോന്നത് താജുൽ ഉലമയാണ്. അവർക്ക് പേച്ചു എന്നാണ് നൗഷാദ് കുരുവട്ടൂരി പറയുന്നത്. അതിന് കാരണം എന്താണ്? ഹാഫിദിനെ താജുൽ ഉലമയാക്കിയില്ല. കുരുവട്ടൂരി ഹാഫിദ് പറഞ്ഞിട്ടുള്ള തോന്നിവാസങ്ങൾ അണ്ണാക്ക് തൊടാതെ വീങ്ങിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ റൗളയിലില്ല എന്ന തോന്നിവാസം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണമെന്ന് പറഞ്ഞു. കുരുവട്ടൂർ ഹാഫിദിന്റെ കാട്ടവും മൂത്രവും വിയർപ്പും പുണ്യമുള്ളതാണെന്ന് പറഞ്ഞില്ല, കസ്തൂരിയുടെ വാസനയുള്ളതാണെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ താജുൽ ഉലമക്ക് പേച്ചു, കാന്തപുരം ഉസ്താദിന് പേച്ചു എന്നാണ് നൗഷാദ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് താജുൽ ഉലമയുടെ പേര് പറയാതിരിക്കാൻ കഴിയാ? അവര് പേച്ചു എന്നല്ലേ നൗഷാദെ നീ പറയുന്നത്? എവിടെയാണ് നൗഷാദെ നിന്റെ ബുദ്ധി പണയം വെച്ചത്? ഉള്ളാൾ തങ്ങൾ മടവൂർ CM വലിയുല്ലാഹി ഷെയ്ഖുൽ മശായിഖ് തങ്ങളെ കാണാൻ വേണ്ടി ചെന്നപ്പോ അൻത അലൽ ഹഖ് എന്നൊരു വാചകം പറഞ്ഞു. അതിന്നിട്ട് നമ്മൾ പറഞ്ഞ പ്രസംഗവും എല്ലാ പ്രസംഗം എടുത്ത് കൊണ്ടുവരാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അതിനെന്താ അൻത അലൽ ഹഖ് എന്ന് പറയുന്നതിനെന്താ പ്രശ്നം? EK ഉസ്താദിനെ സംബന്ധിച്ച് വലിയ മഹത്വവും പറഞ്ഞിട്ടുണ്ടല്ലോ. ഓലൊക്കെയും ആ രൂപത്തിൽ ജീവിച്ച ആളുകളല്ലേ. അപ്പൊ പറഞ്ഞു അല്ല, അൻത അലൽ ഹഖ് എന്ന ഹക്കിന്റെ മേലിൽ നിങ്ങൾ മാത്രമാണ് അർത്ഥം വെച്ച് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം. അത് ആരോടാണ് പറഞ്ഞത്? ഇത് പറഞ്ഞത് ഉള്ളാൾ തങ്ങളുപ്പാപ്പയോടാണല്ലോ. അവരെന്താ ഇതിനർത്ഥം പറഞ്ഞത്? അതും കൂടി ഒന്ന് നോക്കിയാൽ പ്രശ്നം തീരുമല്ലോ. ഉള്ളാൾ തങ്ങൾ അർത്ഥം വെക്കുന്നതോടുകൂടി തീരണം നൗഷാദെ, വാക്ക് പാലിക്കണം നൗഷാദെ. പണ്ടേ തന്നെ വാക്ക് പാലിക്കുന്ന ഒരു ശീലം നിനക്കില്ല, വിവരക്കേട് പറയുന്ന ശീലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്ന് കേൾപ്പിച്ചു കൊടുക്ക്, നമുക്ക് അതിലേക്ക് വരാം. പക്ഷെ നമുക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് ഇതിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണം ഏപ്പിനെ ബാക്കിയുള്ള ആരും കണ്ടിട്ടില്ല. പിന്നെ മൂപ്പര വാക്കാണ് എന്നെ ഇതിൽ ഓർപ്പിച്ചത്. നിങ്ങളെ ഹക്കമലാണ്, ഹക്കന്റെ മേൽ ഉറച്ചു നോക്കണം, അണങ്ങിപ്പോകാൻ പാടില്ല. അത് ധൈര്യമായിട്ടങ്ങ് പറഞ്ഞു. അങ്ങനെ അപ്പൊ അതും പൊളിഞ്ഞു. കാരണം വളരെ കൃത്യമായ അർത്ഥാണ് തങ്ങൾ പാപ്പ വെക്കുന്നത്. കേട്ടില്ലേ നൗഷാദെ? എന്താ പറഞ്ഞത്? APയെ കണ്ടിട്ടോ ബാക്കിയുള്ളവരെ കണ്ടിട്ടോ എല്ലാം ഇറങ്ങിപ്പോന്നതിൽ ഉറച്ചു നിൽക്കാൻ കാരണം
സമസ്ത പുനഃസ്ഥാപിച്ചതിൽ ഉറച്ചു നിൽക്കാൻ കാരണം CM വലിയുള്ളാഹി പറഞ്ഞു. എന്താ പറഞ്ഞത്? സമസ്ത പുനഃസ്ഥാപിച്ചതുണ്ടല്ലോ, അത് ഹക്കാണ്, അതാണ് ഹക്കായ സമസ്ത, അതിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നാണ്. അപ്പൊ ചോദിച്ചു അത്രേ, ആരോട്? CM വലിയുള്ളാഹിയോട്. മറുഭാഗത്തുള്ളത് എന്റെ ഉസ്താദല്ലേ. അപ്പോഴും പറഞ്ഞു അത്രേ, നിങ്ങൾ ഹക്കിന്റെ മേലാണ്, ഹക്കിൽ ഉറച്ചു നിന്നോളണം. ഞാൻ ചോദിക്കട്ടെ നൗഷാദെ, CM വലിയുള്ളാഹി പറഞ്ഞതിനപ്പുറം പറയാൻ ആരാണ് നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്? ഏതാണ് യഥാർത്ഥ സമസ്ത എന്ന് തീരുമാനിക്കാൻ ആരാണ് നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്? ഇനി നിന്റെ ഷെയ്ഖ് ആ കാട്ടുകള്ളനെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ ഞങ്ങളൊക്കെ പേച്ചു എന്നാണല്ലോ പറയുന്നത്. എങ്കിൽ ആ ഷെയ്ഖിനെ നീയെങ്കിലും അംഗീകരിക്കുമോ എന്നൊന്ന് കാഞ്ഞങ്ങാടി വെച്ച് പറയണം, ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദെ എന്ന് കൂടി കൂട്ടാം, എല്ലാ ബഹുമാനാദരങ്ങളും നിലനിർത്തി തന്ന് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് കാന്തപുരം സൂക്ഷിക്കുന്ന മുടിയെക്കുറിച്ച് ഷഅറ് മുബാറക് എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെയല്ലേ ഇപ്പൊ മൂപ്പര് പറയുന്നത്? രാമന്തലി SKSSF-ൽ ചേർന്നത് കൊണ്ട് കാഫിറായി ചത്തുപോകുന്ന മൂപ്പർക്ക് എന്റെ ആക്കിബത്തിലെ പേടിയുള്ളൂ, മൂപ്പര ആക്കിബത്തിനെ കുറിച്ച് ഒരു പേടിയില്ല. നൗഷാദെ, പണ്ട് നിന്റെ കൂടെ ഉള്ള ആളാണ്, രാമന്തളിയാണ്, പേര് മറക്കണ്ട, ശരിക്ക് ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പൊ മൂപ്പര് ഇരുന്നിട്ട് പറയാണ് രാമന്തലി കാഫറായിട്ടുണ്ട്, കാരണം എന്താ? SKSSF-ൽ പോയത് കൊണ്ടാണത്രേ. എന്നാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വാദത്തിന് സമ്മതിച്ചു തന്നാൽ എന്നെ കാഫറാക്കിയതാരാ? ആരാ എന്നെ കാഫറാക്കിയത്? എന്താണ് കുരുവട്ടൂരി ഷെയ്ഖ് ഹാഫിദ് പറഞ്ഞിട്ടുള്ളത്? നിന്റെ ഷെയ്ഖല്ലേ? SKSSF-ലേക്ക് പോയ കാരണത്താൽ രാമന്തളി കാഫിറാണെന്ന്, അഥവാ EK ഉസ്താദിനെ അടക്കം ആ ഗണത്തിലാണ് നിന്റെ ഹാഫിദ് പെടുത്തിയിട്ടുള്ളത്, കാട്ടുകള്ളൻ പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ നിന്റെ ഹാഫിദ് പറഞ്ഞതുപോലെ ആരാണ് പറഞ്ഞിട്ടുള്ളത്? സംഘടനാപരമായ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളല്ലാതെ ഇതുപോലെ ശംസുൽ ഉലമ പേച്ചു എന്ന്, SKSSF പേച്ചു എന്ന്, അവർ കാഫിറാണെന്ന് നിന്റെ ഷെയ്ഖ് പറഞ്ഞതുപോലെ മറ്റാരും പറഞ്ഞിട്ടില്ല. താജുൽ ഉലമയും EK ഉസ്താദും AP ഉസ്താദും എല്ലാവരും പേച്ചുപോയി, ഹാഫിദിനെ അംഗീകരിക്കാത്ത മുഴുവൻ ആളുകളും പേച്ചുപോയി എന്ന ആ പിഴച്ച ചിന്താഗതി മാറ്റിവെച്ച് ഹാഫിദിനെ കൈവടിഞ്ഞാൽ ആഖിറത്തിൽ നിനക്ക് രക്ഷപ്പെടാം. ഹാഫിദിന്റെ കൈപിടിച്ചാൽ EK ഉസ്താദ് കൂടെ ഉണ്ടാവില്ല, CM വലിയുള്ളാഹി കൂടെ ഉണ്ടാവില്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.